നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ക്ഷേത്രത്തിൻ്റെയും വിഗ്രഹത്തിൻ്റെയും ചൈതന്യം വർദ്ധിപ്പിക്കുന്ന കർമ്മങ്ങളാണ് ഉത്സവം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഉത്സവം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മേൽപോട്ട് ഊർധ്വഭാവത്തേക്കുള്ള ഒഴുക്ക് അഥവാ പ്രവാഹം എന്നൊക്കെയാണ്. ശരിയായ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും നിത്യപൂജാദികൾ കൊണ്ട് സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്ന ക്ഷേത്രത്തിൽ മന്ത്രചൈതന്യം നിറഞ്ഞിരിക്കും. അത്തരത്തിലുള്ള ക്ഷേത്രത്തിൽ പൂജാരിയുടെ അശ്രദ്ധ കൊണ്ടും ഭക്തർ അറിയാതെ ചെയ്തു പോകുന്ന പാകപ്പിഴ കൊണ്ടും ചൈതന്യത്തിന് കുറവ് സംഭവിക്കാം. ഈ ചൈതന്യക്കുറവ് നികത്താനാണ് ഉത്സവം എന്ന ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളം നിറച്ചു വെച്ച ഒരു കലത്തിൽ നിന്ന് വെള്ളം ഏതെങ്കിലും കാരണത്താൽ കുറവ് വന്നാൽ വീണ്ടും നമ്മളതിൽ നിറയ്ക്കും. ക്ഷേത്രം എന്നത് ഒരു കലശപാത്രമാണെന്ന് സങ്കല്പിച്ചാൽ അതിൽ നിന്ന് ചോർന്നു പോയ ചൈതന്യം വീണ്ടും നിറയ്ക്കുന്ന പ്രക്രിയയാണ് ഉത്സവം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കോഹിനവാച്യ സുധിയാ പരദോഷശ്ചാനൃതം തദ്വത് കോഹിനവാച്യ സുധിയാ പരദോഷശ്ചാനൃതം തദ്വത് കിം സമ്പാദ്യം മനുജൈഃ വിദ്യാവിത്തം ബലം യശഃ പുണ്യം കിം സർവവിനാശി ലോഭഃ ശത്രുശ്ച കഃ കാമഃ കിം സമ്പാദ്യം മനുജൈഃ വിദ്യാവിത്തം ബലം യശഃ പുണ്യം കിം സർവവിനാശി ലോഭ ശത്രുശ്ച കഃ കാമഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. വിവേകമുള്ളവർ പറയാൻ പാടില്ലാത്തതെന്ത് എന്നാണ് പ്രശ്നോത്തര രത്നമാലികയിലെ 35-ാം ശ്ലോകത്തിലെ ചോദ്യം. പരദോഷം പറയാൻ പാടില്ല എന്നാണ് ആചാര്യൻ നൽകുന്ന മറുപടി. ഈ ചോദ്യത്തോടൊപ്പം മനുഷ്യർ സമ്പാദിക്കേണ്ട 5 സമ്പത്തുകളെക്കുറിച്ചും വിശദമായി വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
പ്രശ്നോത്തര രത്നമാലികയിൽ 35-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്താണ് മനുഷ്യരാൽ എപ്പോഴും സ്മരിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചു. മറുപടി ഹരിയുടെ നാമമാണ്, അല്ലാതെ യവനരുടെ ഭാഷയല്ല പറഞ്ഞു. തുടർന്ന് കോഹിനവാച്യസുധിയ പരദോഷശ്ചാനൃതം തദ്വത്. കോഹി ന വാച്യ സുധിയ. സുധിയ, സുധിയാൽ. സുധി എന്ന് പറഞ്ഞാൽ ശോഭനമായ നല്ല ബുദ്ധിയുള്ള ആൾ, നല്ല ബുദ്ധിയോടൊത്ത ആൾ, വിവരമുള്ള ആൾ, വിവരവുമുള്ള ആൾ, അറിവുള്ള ആൾ. അയാളാൽ എന്താണ് പറയപ്പെടരുതാത്തത്? അയാൾ എന്തിനെ പറയാൻ പാടില്ല? അയാളാൽ പറയപ്പെടരുതാത്തത് എന്ത്? ഇതാണ് ചോദ്യം. മറുപടി പരദോഷശ്ച അനൃതം ച തദ്വത്. പരദോഷ, പരന്മാരെക്കുറിച്ചുള്ള ദോഷം, പരദൂഷണം. ഒരിക്കലും വിവേകശാലികളാൽ പരദൂഷണം പറയപ്പെടരുത്. പരന്മാരുടെ ദോഷത്തെക്കുറിച്ച് പറയരുത്. എല്ലാവരിലും ഗുണദോഷങ്ങളുണ്ടാവും. ഏത് മനുഷ്യനിലായാലും ഗുണാംശവും ദോഷാംശവും ഉണ്ടാവും. നമ്മൾ നമ്മുടെ ദോഷാംശത്തെ കാണാതെ, നമ്മുടെ ദോഷങ്ങളെക്കുറിച്ച് വിലയിരുത്താതെയാണ് മറ്റുള്ളവരുടെ ദോഷം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ എന്ത് ദോഷമാണോ ആരോപിക്കുന്നത് അഥവാ കാണുന്നത്, പറയുന്നത്, അതിലേറെ ദോഷം നമ്മളിലുണ്ടാവും. പക്ഷെ നമ്മളിത് കാണില്ല, അതിനെക്കുറിച്ച് പറയില്ല. മറ്റുള്ളവരുടെ ദോഷം പറയും. അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖം. അത് മനുഷ്യനെ ധാർമ്മികമായി, സാംസ്കാരികമായി അങ്ങേയറ്റം അധപ്പതിപ്പിക്കുന്നതാണ്. ഒരിക്കലും തന്നെ മറ്റുള്ളവരുടെ ദോഷം പറയരുത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും പരദൂഷണങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ, എന്തിനാ നിങ്ങളിങ്ങനെ പരദൂഷണം പറയണത്, പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാ, സത്യമാണെന്ന് പറയും. സത്യമാവട്ടെ, ഉള്ളതാവട്ടെ, ഉള്ളതെല്ലാം നമ്മൾ പറയേണ്ടതില്ല. ഒരിക്കലും മറ്റൊരാളെക്കുറിച്ച് ദോഷം പറഞ്ഞ് അതിലഭിരമിക്കുന്ന ഒരു മനോഭാവം വളർത്തരുത്. അത് സമ്പൂർണ്ണമായി നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കും. അതുകൊണ്ടാണ് പരദോഷ. പിന്നെ അനൃതം ച തദ്വത്, അതുപോലെ അനൃതവും. അനൃതം നുണ, അസത്യം. ഒരു കാരണവശാലും അസത്യം പറയരുത്. ഒരു കാരണവശാലും അസത്യം പറയരുത്. ഇപ്പം സത്യമാണെന്നുള്ളത് കൊണ്ട് എല്ലാം പറയരുത്. ഒരു സന്ദർഭത്തിൽ പറയേണ്ടതാണോ, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിരൂപണം ചെയ്തിട്ട് മാത്രമേ നമ്മൾ സത്യം പറയേണ്ടതുള്ളൂ. എല്ലാ സത്യവും എല്ലായിടത്തും ആരും വിളിച്ചു പറയരുത്. എന്നാൽ ഒരു കാരണവശാലും അസത്യം പറയരുത്. അസത്യം പറയില്ല എന്നുള്ള നിഷ്ഠ നമ്മുടെ ജീവിത നിഷ്ഠയാവണം. അതാണ് പറയുന്നത്. അപ്പോൾ വിവേകശാലികൾ എന്ത് പറയരുത്? പരദൂഷണവും അതുപോലെ അസത്യവും പറയരുത്. ഇതാണ് ചോദ്യോത്തരങ്ങൾ. തുടർന്ന് പറയുകയാണ്, കിം സമ്പാദ്യം മനുജൈഃ വിദ്യാവിത്തം ബലം യശഃ പുണ്യം കഃ സർവഗുണവിനാശീ ലോഭഃ ശത്രുശ്ച കഃ കാമഃ. ഈ ശ്ലോകത്തിൽ 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അതായത് 85-ാമത്തെ ചോദ്യം, കിം സമ്പാദ്യം മനുജൈഃ. മനുജൈഃ, മനുഷ്യന്മാരാൽ. കിം സമ്പാദ്യം, എന്ത് സമ്പാദിക്കപ്പെടണം? അപ്പം മനുഷ്യന്മാരാൽ എന്താണ് സമ്പാദിക്കപ്പെടേണ്ടത്? മനുഷ്യന്മാരെന്ത് സമ്പാദിക്കണം? ഇതാണ് ചോദ്യം. മറുപടി വിദ്യ, വിത്തം, ബലം, യശഃ, പുണ്യം. 5 സമ്പത്തുക്കൾ വേണം. ഇപ്പം സമ്പാദിക്കപ്പെടേണ്ടതാണ് സമ്പത്ത്. ഇനി സമ്പാദിക്കപ്പെടേണ്ടത് സമ്പത്തെന്ന് പറയുമ്പോൾ സമ്പത്തൊക്കെയും നിലനിർത്തപ്പെടേണ്ടതുമാണ്. സമ്പാദിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. സമ്പാദിച്ചതിനെ നിലനിർത്തണം അഥവാ പരിരക്ഷിക്കണം. നിലനിർത്താൻ പരിശ്രമിക്കാത്ത വിധം പ്രവർത്തിച്ചാൽ, ജീവിച്ചാൽ തീർച്ചയായിട്ടും അവ
നഷ്ടപ്പെട്ടു പോകും. ഇന്നലെ എനിക്ക് സമ്പാദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് പ്രയോജനമില്ല. അപ്പോൾ സമ്പാദിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് സമ്പത്ത്. അപ്പോൾ ഏതൊക്കെയാണ് സമ്പത്ത്? എന്താണ് മനുഷ്യനാൽ സമ്പാദിക്കപ്പെടേണ്ടത്? വിദ്യ. ആദ്യം തന്നെ പറയുന്നത് വിദ്യയാണ്, അറിവ്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് അറിവാണ്. ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ മറ്റെല്ലാ സമ്പാദ്യവും അയാൾക്ക് നേടാൻ കഴിയും. ഒരാൾക്ക് അറിവില്ലെങ്കിൽ മറ്റേതൊരു സമ്പാദ്യം കൈവശമുണ്ടെങ്കിലും അതെല്ലാം നഷ്ടമാകും. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അറിവാണ്. മനുഷ്യനെ കൂടുതൽ കൂടുതൽ ഉത്കൃഷ്ടനാക്കുന്നത് അറിവാണ്. എല്ലാ പ്രകാശങ്ങളിലും എല്ലാ സമ്പത്തുക്കളിലും വെച്ച് ഏറ്റവും വലിയ സമ്പത്ത്, സർവ്വധനങ്ങളിലും വെച്ച് പ്രധാനമായ ധനം, ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, വിദ്യയാണ്. അതുകൊണ്ട് മനുഷ്യരാൽ എന്ത് സമ്പാദിക്കപ്പെടണം എന്നുള്ള ചോദ്യത്തിന് ആദ്യം പറയുന്നത് വിദ്യയാണ്. അതുപോലെ നമുക്കെല്ലാം വിത്തം വേണം, ധനം വേണം. ഈ ലോകത്തിൽ വ്യവഹാരസിദ്ധിക്ക് ധനം അനിവാര്യമാണ്. വ്യവഹാരസിദ്ധിക്ക് ഉതകാത്ത ധനം അർത്ഥശൂന്യമാണ്. അതുകൊണ്ടൊരർത്ഥവുമില്ല, ഒരു പ്രയോജനവുമില്ല. എങ്കിലും വ്യവഹാരസിദ്ധിക്ക് വേണ്ടി ധനം അനിവാര്യമാണ്. ധനമില്ലാതെ വ്യവഹാരസിദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് ധനം, രണ്ടാമത് പറഞ്ഞു, വിദ്യ, വിത്തം, ബലം. നമ്മൾ ബലശാലികളാവണം. ബലമെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ബലം, ഇന്ദ്രിയങ്ങളുടെ ബലം, മനസ്സിൻ്റെ ബലം, ബുദ്ധിയുടെ ബലം, ഇങ്ങനെ എല്ലാ ഉപാധികളിലും നമുക്ക് ബലം വേണം. ബലഹീനന് ഒന്നും നേടാൻ കഴിയില്ല. ഉപനിഷത്ത് പറയുന്നത് ആത്മജ്ഞാനം പോലും ബലഹീനന് ലഭിക്കില്ല എന്നാണ്. നയമാത്മാ ബലഹീനേന ലഭ്യ. അപ്പം ബലം അനിവാര്യമാണ്. അതുപോലെ തന്നെ യശഃ, പുണ്യം. യശസ്സെന്ന് പറഞ്ഞാൽ സത്കീർത്തിയാണ്. കീർത്തി രണ്ട് പ്രകാരത്തിലാകാം, പ്രസിദ്ധി രണ്ട് പ്രകാരത്തിലാകാം, ദുഷ്കീർത്തിയും സത്കീർത്തിയും. അതിൽ സത്കീർത്തിക്ക് മാത്രമേ, സത്പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള കീർത്തിക്ക് മാത്രമേ യശസ്സെന്ന് പറയുള്ളൂ. അതുപോലെ പുണ്യം, അന്ധകരണത്തിൻ്റെ ശുദ്ധത, അതിലൂടെ സുഖപ്രാപ്തിക്ക് കാരണമാകുന്ന സദ്ഗുണങ്ങളുടെ മൊത്തം പേരാണ് പുണ്യം എന്നുള്ളത്. ഇതാണ് മനുഷ്യരാൽ സമ്പാദിക്കപ്പെടേണ്ടത്. വിദ്യ, വിത്തം, ബലം, യശഃ, പുണ്യം. ഇവയെ നമ്മൾ സമ്പാദിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. അന്യനെ ദ്രോഹിക്കുന്നവർക്ക് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും ശാന്തി ലഭിക്കുകയില്ല. മറ്റുള്ളവർക്ക് ദോഷം വരുന്ന തരത്തിൽ മനസ്സിൽ വിചാരം ചെയ്യുന്നത് പോലും പരദ്രോഹമാണ്. ഇതിനെക്കുറിച്ചാണ് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആനന്ദാദികൾ ആത്മധർമ്മങ്ങളാണെന്നും അത് ശരീരധർമ്മമല്ലെന്നും ശരീരധർമ്മം സൗന്ദര്യാദികളാണെന്നും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മുമ്പിൽ പറയാൻ പോകുന്ന കാര്യങ്ങളും വസുദേവർ വളരെ ശ്രദ്ധാപൂർവം നമുക്കെല്ലാം വേണ്ടി അവതരിപ്പിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. തസ്മാന്ന കസ്യചിത് രോഗം ആചരേ സ തഥാവിധഃ ആത്മനക്ഷേമമന്വിശ്ചൻ ദ്രോക്തുർവൈ പരതോ ഭയം. തസ്മാത്, അത് ഹേതുവായിട്ട്, ഈ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹേതുവായിട്ട്, തഥാവിധ അപ്രകാരമിരിക്കുന്ന സ്വഭാവൻ ആത്മനഃ തനിക്ക് ക്ഷേമം, ക്ഷേമത്തെ, തനിക്ക് ഇത്രയും നേരം ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതെല്ലാം കേട്ട് വസുദേവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ അതെല്ലാം കേട്ടിട്ട് തനിക്ക് ക്ഷേമത്തെ അന്വേഷിച്ചൻ ആഗ്രഹിക്കുന്നവനായിട്ട് കസ്യചിത് ഒരുവനും ദ്രോഹത്തെ ന ആചരേത് ചെയ്യരുത്, ദ്രോക്തുഹ് ദ്രോഹിക്കുന്നവന് പരതഃ പരലോകത്തിലും ഭയം വൈ നിശ്ചയമായിട്ടും വന്നു ചേരും. ഭയം
അപ്പോൾ കംസനെ നിമിത്തമാക്കിക്കൊണ്ടായിരിക്കും ഈ പറയുന്നതെങ്കിലും ഇതെല്ലാം നമുക്കും കൂടെ ബാധകമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യനെ ദ്രോഹിക്കുന്നവർക്ക് ഇവിടെ മാത്രമല്ല ദുഃഖം ഉണ്ടാകുക, പരലോകത്തിൽ പോലും ദുഃഖമുണ്ടാകുമെന്ന് ഭാഗവതം പറയുന്നത്. ആ ദുഃഖ നിവർത്തിക്കായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിനെന്താ വേണ്ടത്? അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല് ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യും അപജയകർമ്മം അവന് വേണ്ടി മാത്രം. അത് കൃപണനായിട്ട് പിശുക്കനായിട്ടുള്ളവൻ, കൃപാല് ദയുള്ളവൻ കൃപണത വിട്ട്, സ്വാർത്ഥത വിട്ട്, സങ്കുചിതത്വം വിട്ട്, പിശുക്ക് വിട്ടിട്ട് അപരന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി അഹർനിശം രാത്രിയും പകലും ഇല്ലാതെ പ്രയത്നിക്കുന്നു. കൃപണനായിട്ടുള്ളവൻ, സ്വാർത്ഥതയുള്ളവൻ എന്ത് ചെയ്യുന്നു? അധോമുഖനായി തല കീഴോട്ട് കുനിഞ്ഞു അവൻ്റെ അധോമുഖനായി കിടന്ന് ചെയ്യും അപജയകർമ്മം അവന് വേണ്ടി മാത്രം. പരാജയത്തിൻ്റെ ഭീതിയുള്ള കർമ്മം അവന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തരുണത്തിൽ ഈ ഉപദേശവുമായിട്ട് കൂട്ടിച്ചേർക്കണം. മറ്റുള്ളവർക്ക് ദ്രോഹമരുത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്കാണ് ഭയം കൂടുന്നത്. ദ്രോഹമരുതെന്ന് പറഞ്ഞാൽ കൈകാല് കൊണ്ട് ചെയ്യുന്ന പ്രക്രിയ മാത്രമല്ല, മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിചാരങ്ങളും ദ്രോഹമാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള വിചാരങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ച് അവരങ്ങനെ ചെയ്തു, അവരെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നതും ദ്രോഹകരമാണ്. അത് നിശ്ചയമായിട്ടും നമുക്ക് ഭയത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം എന്ന് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ബലമുണ്ടാകുന്നത് മറ്റുള്ളവർക്ക് ബലഹീനതയെ സൃഷ്ടിക്കുന്നത് ദുർബല മനസ്സിൻ്റെ ലക്ഷണമാണ്. തനിക്ക് ബലം ഉണ്ടാക്കുന്ന ചിന്തകൾ മറ്റുള്ളവർക്ക് ബലഹീനത ഉണ്ടാക്കുന്നത്. തനിക്ക് ബലം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താ? ദ്രോഹചിന്ത കൊണ്ടും ബലം ഉണ്ടാക്കാം, നല്ലതും ഉണ്ടാക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മറ്റുള്ളവർക്ക് കൂടി ബലം നൽകുന്നതായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സുഖം ലഭിക്കുക. എന്നിട്ട് പറയുന്നു, ഏഷാ തവാനുജാബാല കൃപണാപുത്രികോപമ ഹന്തും നാർഗസി കല്യാണീം ഇമാം താം ദീന വത്സലഹ. യേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ തവ അങ്ങയുടെ അനുജ സഹോദരിയും, പിന്നെയോ പുത്രികോപമ പുത്രിക്ക് ഉപമയാണ്, തുല്യയാണ്, ബാല കുട്ടിയും, കൃപണ ദുഃഖിതയുമാകുന്നു. അല്ലയോ കംസ, ഇവൾ അങ്ങയ്ക്ക് സഹോദരിയാണ്, പുത്രിക്ക് തുല്യയാണ്, അതുപോലെ തന്നെ കുട്ടിയാണ്, കൃപണ ദുഃഖിതയുമാണ്. ദീനവത്സല ദുഃഖിതരിൽ സ്നേഹമുള്ളവനായ ത്വാം അങ്ങ്, കല്യാണിയും ശ്രേഷ്ഠ ഗുണങ്ങളുള്ളവളായ ഇമാം ഇവളെ ഹന്തും അനിപ്പായിക്കൊണ്ട് നാഹർഗസി യോഗ്യനല്ല. സാമം തന്നെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. എന്താ? അങ്ങയ്ക്ക് ഇവളെ കൊല്ലുവാൻ യോഗ്യതകളൊന്നുമില്ല. അങ്ങയ്ക്ക് കൊല്ലത്തക്ക യോഗ്യതകളൊന്നുമില്ല. എന്തുകൊണ്ട്? ഒന്നാമത്തത് സഹോദരിയാണ്, സഹോദരിയെ കൊല്ലുന്നത് നല്ലതല്ല. രണ്ടാമത് പുത്രിക്ക് തുല്യമാണ്, അങ്ങനെയുള്ള സ്ത്രീയെ കൊല്ലുന്നത് ഉചിതമാണോ? അതും ശരിയല്ല. ബാല കുട്ടിയുമാണ്, കൃപണ ദുഃഖിതയായ സ്ത്രീയെ കൊല്ലുന്നതും ശരിയല്ല, കുട്ടിയെയും കൊല്ലുന്നത് ശരിയല്ല. ദുഃഖിതരിലൊക്കെ സ്നേഹമുള്ളവനല്ലേ ഒരു രാജാവെന്ന് പറയുന്ന ആൾ? അങ്ങനെയുള്ള ആൾ ശ്രേഷ്ഠ ഗുണങ്ങളുള്ളവളായിരിക്കുന്ന ഈ സ്ത്രീരത്നത്തെ കൊല്ലുന്നത്, ഹനിപ്പാനായിക്കൊണ്ട് കൊല്ലുന്നത്, ഹനിപ്പാനായിക്കൊണ്ട് നിൽക്കുന്നത് യോഗ്യമല്ല, ഒരിക്കലും യോഗ്യമല്ലെന്ന് പറയുകയാണ്. ദുഃഖിതരിൽ വളരെ വാത്സല്യമുള്ളവനെന്നുള്ള പ്രയോഗം തന്നെ സാമത്തിന് ഉദാഹരണമാണ്. വളരെയധികം ആലോചിച്ച് പറയുന്ന ഉപമകൾ മറ്റുള്ളവരുടെ ക്രോധത്തെ ശമിപ്പിക്കാൻ ഇതേപോലത്തെ പ്രവണതകൾ നന്നെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. അതിക്രുദ്ധനായ ഒരാളിൻ്റെ മുമ്പിൽ നമുക്ക് അതിനെ ശമിപ്പിക്കാനുള്ള ഉപായം എന്താ? വളരെ ശാന്തതയോടുകൂടി അവരെ ഉപദേശിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മൗനമായി നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ സഹോദരിയോ ആയിരിക്കുന്ന ഒരാളെ തൻ്റെ ജീവൻ അപഹരിക്കും ഇവളുടെ കുട്ടിയെന്ന് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് വധിക്കുവാൻ ശ്രമിക്കുന്നത്. തൻ്റെ ജീവന് ആണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് സ്വാർത്ഥമതിയായ ഒരു മനുഷ്യൻ്റെ മോഹം നിമിത്തം ബന്ധുത്വമിത്രാദികളെപ്പോലും ഹനിക്കാനുള്ള താല്പര്യത്തെ അവിടെ ഉണ്ടാകുകയാണ്. തൻ്റെ ജീവൻ്റെ ഭയത്തെ നിവാരണത്തിന് ആരെ ഹനിക്കുന്നതിനും തയ്യാറെടുക്കുന്നു കംസബുദ്ധ്യാദികൾ. അങ്ങനെയുള്ള ബുദ്ധി നമ്മളിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് ദ്രോഹചിന്തയിലായാലും മറ്റേത് ചിന്തയിലായാലും
നമ്മളിൽ നിന്ന് ആവക ചിന്തകൾ അകറ്റുക എന്നുള്ളതാണ് ഉത്തമമായ ഒരു മനുഷ്യൻ്റെ ധർമ്മം. ഉത്തമനായ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതെന്നുള്ള കാര്യം ഭാഗവതം ഇവിടെ എടുത്തു പറയുന്നു. എല്ലാവരും ഈ വക കാര്യങ്ങളിൽ കർത്തവ്യനിരതരാകുക എന്നുള്ളതാണ് ഗുണകരം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.